ഹരി ഓം. നമുക്ക് കഥ തുടരാമല്ലേ? രാമലക്ഷ്മണന്മാർ വിശ്വാമിത്രനോടൊപ്പം അങ്ങനെ യാത്ര തുടരുകയാണ്. അവർ സിദ്ധാശ്രമത്തിൽ എത്തിച്ചേർന്നു. ശ്രീരാമൻ വിശ്വാമിത്രനെ വന്ദിച്ചുകൊണ്ട് പറഞ്ഞു, ഇനി അങ്ങ് യാഗം നടത്തിക്കോളൂ, ഞങ്ങൾ വിഷമമൊന്നും വരാതെ രക്ഷിക്കാം. വിശ്വാമിത്രൻ യാഗം നടത്തി. അപ്പോഴേക്കും അതാ വരുന്നു രാക്ഷസന്മാർ. യാഗശാലയ്ക്ക് മുകളിലൂടെ പറന്നു നടന്ന് അവർ രക്തമൊഴിച്ചു തുടങ്ങി. ശ്രീരാമൻ ഈ സമയത്ത് 2 അമ്പുകൾ എടുത്തു. മാരീചനും സുബാഹുവിനും നേരെ തൊടുത്തു. സുബാഹു അപ്പോൾ തന്നെ മരിച്ചു വീണു. മാരീചൻ പേടിച്ച് ഓടി 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 കുറേ ദൂരം ഓടി. എവിടെ ഓടിയാലും രാമബാണം തൊട്ടു പിന്നാലെ. ഒരു രക്ഷയുമില്ലാതെ മാരീചൻ സമുദ്രത്തിൽ ചാടി. അവിടെയും എത്തി രാമബാണം. അവസാനം രക്ഷയില്ലെന്ന് കണ്ട മാരീചൻ ശ്രീരാമനെ തന്നെ അഭയം പ്രാപിച്ചു. എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ശ്രീരാമനെ അഭയം പ്രാപിച്ച മാരീചനെ ശ്രീരാമദേവൻ രക്ഷിച്ചു. അന്നു മുതൽ മാരീചൻ രാമഭക്തനായി തീർന്നു. വിശ്വാമിത്രന് സന്തോഷമായി. രാമലക്ഷ്മണന്മാരെ ആശ്ലേഷിച്ച് ആശീർവദിച്ചു. യാഗമെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം 2 ദിവസം അവിടെ താമസിച്ച് വിശ്വാമിത്രൻ പിന്നീട് കുമാരന്മാരോട് പറഞ്ഞു, നമുക്കിനി കാലം കളയണ്ട, ജനക മഹാരാജാവിൻ്റെ മഹായജ്ഞം കാണാൻ പോവാം. അവിടെ ത്രയംബകം എന്നു പേരുള്ള മഹേശ്വരൻ്റെ ഒരു വില്ലുണ്ട്, അത് കാണാം എന്ന് പറഞ്ഞ് അവർ നടന്ന് ഗംഗാതീരത്തെത്തി. അവിടെ മനോഹരമായൊരു ആശ്രമം കണ്ടു. നിറയെ പൂത്തു നിൽക്കുന്ന മരങ്ങളും അരുവികളും ഒക്കെയുണ്ട്. ദുഷ്ടജന്തുക്കളൊന്നും അവിടെ ഇല്ല. ഈ സ്ഥലം കണ്ടപ്പോൾ ശ്രീരാമദേവൻ ചോദിച്ചു, ആരുടെയാണ് ഈ മനോഹരമായ ആശ്രമം? വിശ്വാമിത്രൻ ആ ആശ്രമത്തിൻ്റെ കഥ പറഞ്ഞു. പണ്ട് ഗൗതമൻ എന്ന ഒരു മുനി ഈ ഗംഗാതീരത്ത് ആശ്രമത്തിൽ താമസിക്കുകയായിരുന്നു. ബ്രഹ്മാവ് തൻ്റെ പുത്രിയായ ലോകസുന്ദരിയായ അഹല്യയെ ഗൗതമന് വിവാഹം കഴിച്ചു കൊടുത്തു. അവർ വളരെ സന്തോഷപൂർവ്വം അവിടെ താമസിക്കുന്ന കാലത്ത് അഹല്യയുടെ സൗന്ദര്യം കണ്ട് മതിമറന്ന ദേവേന്ദ്രൻ അവളെ കിട്ടാൻ എന്താണ് മാർഗം എന്നാലോചിച്ചു. ഒരു ദിവസം ഗൗതമ മഹർഷി സ്നാനത്തിന് പോയ സമയത്ത് അദ്ദേഹത്തിൻ്റെ രൂപം ധരിച്ച് ഇന്ദ്രൻ ആശ്രമത്തിൽ ചെന്ന് അഹല്യയെ പ്രാപിച്ചു. ഗൗതമ മുനിയാവട്ടെ സ്നാനത്തിന് സമയമായിട്ടില്ല എന്ന് കണ്ട് തിരിച്ചു വന്നപ്പോൾ തൻ്റെ വേഷത്തിൽ നിൽക്കുന്ന ദേവേന്ദ്രനെ കണ്ടു. മുനിക്ക് അതിയായ ദേഷ്യം വന്നു. ആരാണ് നീ? എന്തിനാണ് എൻ്റെ വേഷത്തിൽ വന്നത്? പറഞ്ഞില്ലെങ്കിൽ ഞാൻ നിന്നെ ഇപ്പോൾ ഭസ്മമാക്കും. ഇത് കേട്ട് പേടിച്ച ദേവേന്ദ്രൻ പറഞ്ഞു, ഞാൻ സ്വർലോകാധിപനായ ദേവേന്ദ്രനാണ്. അഹല്യയെ മോഹിച്ച് വന്നതാണ്, പൊറുക്കണം. ഗൗതമൻ ദേവേന്ദ്രനെ ശപിച്ചു. എന്നിട്ട് വളരെ വേഗത്തിൽ അകത്തേക്ക് പ്രവേശിച്ചു. അവിടെ ആവട്ടെ ഭയന്ന് വിറച്ചു നിൽക്കുകയാണ് അഹല്യ. അഹല്യയെ കണ്ടതും ഗൗതമന് ഭയങ്കരമായ ദേഷ്യം വന്നു. മഹാപാപി, ദുഷ്ടേ, നീ ഇതിനുള്ള ശിക്ഷ അനുഭവിച്ചേ തീരൂ എന്ന് പറഞ്ഞ് അഹല്യയെ ശപിച്ചു. നീ കല്ലായി മഞ്ഞും വെയിലും കാറ്റും എല്ലാം സഹിച്ച് രാപ്പകൽ ആഹാരമൊന്നും കൂടാതെ ഇവിടെ കഴിയണം. വർഷങ്ങൾ അതേ രീതിയിൽ നീ ഇവിടെ കഴിഞ്ഞു. വർഷങ്ങൾ കഴിയുമ്പോൾ ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും ഈ വഴി വരും. രാമപാദസ്പർശം ഏൽക്കുമ്പോൾ നിനക്ക് വീണ്ടും നിന്റെ രൂപം തിരിച്ചു കിട്ടും. അങ്ങനെ ശുദ്ധയായാൽ നീ എൻ്റെ അടുത്തേക്ക് വന്നോളൂ
എന്ന് ശാപമോക്ഷവും നൽകി. അന്നു മുതൽ ഇവിടെ ശിലാരൂപത്തിൽ രാമധ്യാനത്തിൽ കഴിയുകയാണ് അഹല്യ. കണ്ടില്ലേ ആ ശില എന്ന് വിശ്വാമിത്രൻ പറഞ്ഞപ്പോൾ ശ്രീരാമൻ ഞാൻ രാമനാണ് എന്ന് പറഞ്ഞ് തൻ്റെ പാദങ്ങൾ ആ ശിലയിൽ വെച്ചു. അഹല്യയ്ക്ക് സ്വന്തം രൂപം തിരിച്ചു കിട്ടി. അവർ ശ്രീരാമനെ സ്തുതിച്ച് ശാപമോക്ഷം നേടി ഗൗതമ മുനിയുടെ അടുത്തേക്ക് തിരിച്ചുപോയി.